കറണ്ട് ഇലക്ട്രിസിറ്റി ഇതുവരെ നീറ്റിന് ചോദിച്ചതും അതിനു മുമ്പ് AIPMTക്ക് ചോദിച്ചതുമായിട്ടുള്ള എല്ലാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഇതിനകത്തുണ്ട്. സെയിം ഓർ സിമിലർ ക്വസ്റ്റ്യൻസ് മാത്രമേ നിങ്ങൾ നീറ്റിന് എക്സ്പെക്ട് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ ഇത് നല്ല വൃത്തിക്ക് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റെസിസ്റ്റൻസ് ഓഫ് എ പ്ലാറ്റിനം വയർ അറ്റ് 0 degree Celsius is 2 ohm and 6.8 ohm at 80 degree Celsius. Temperature coefficient of resistance of the wire is. അതിൽ TCR പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ പെർ യൂണിറ്റ് റെസിസ്റ്റൻസ് അറ്റ് 0 degree Celsius പെർ യൂണിറ്റ് ഡിഗ്രി റേസ് ഇൻ ടെമ്പറേച്ചർ എന്നാണ്. ഓക്കെ, അതായത് ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് അറ്റ് 0 degree Celsius ആൻഡ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അതിൽ 0 degree Celsius 2 ohm ആണ്. 80 degree Celsius ചൂടാക്കി കഴിഞ്ഞാൽ 6.8 ആവും. അപ്പോൾ ഡിഫറൻസ് എത്രയാണ്? 6.8 മൈനസ് 2. ഓക്കെ, പിന്നെ റെസിസ്റ്റൻസ് അറ്റ് 0 degree Celsius 2, പിന്നെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ 80. അപ്പോൾ ഈ 2 into 80 പറഞ്ഞാൽ 160 ആണ്. അതിന് ഞാൻ 1.6 into 100 എന്ന് എഴുതി. അപ്പോൾ എനിക്ക് എന്താ കിട്ടുക? 4.8ഉം 1.6ഉം കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യാം. അത് എത്ര വരും? 3. 100 മേലെ പോകുമ്പോൾ 3 into 10⁻²? എന്ന് വരും. ഓക്കെ, അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് 3 into 10⁻². ഓക്കെ, ഓപ്ഷൻ സി. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതിനകത്ത് റെസിസ്റ്റൻസ് ഓഫ് കാർബൺ റെസിസ്റ്റേഴ്സ് ഡിറ്റർമിൻ ഫ്രം കളർ കോഡ്സ്. ഓക്കെ, ദ കളർ ഓഫ് ദ തേർഡ് ബാൻഡ് മസ്റ്റ് ബി. അതിൽ ഇത് എത്ര? 22,000 ആണ്, ±5%. അതിൽ 4 ബാൻഡാണ് ഉണ്ടാവുക. അതിൽ ഫസ്റ്റ് 2 ബാൻഡ് ഫസ്റ്റ് 2 സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് റെപ്രസെൻറ്റ് ചെയ്യും. ആൻഡ് തേർഡ് ബാൻഡ് റെപ്രസെൻറ്റ് ദ ഡെസിമൽ മൾട്ടിപ്ലയർ എന്നാണ്. ഡെസിമൽ മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ബാൻഡ് തരിക 10ന്റെ പവറാണ്. ഇവിടെ ഇപ്പോൾ 22,000, അതിന് നമുക്ക് 22 into 10⁻³ എന്ന് എഴുതാം. അപ്പോൾ ആ മൂന്നാമത്തെ ബാൻഡ് തരേണ്ടത് 10⁻³ എന്നുള്ള ഈ 3 ആണ് മൂന്നാമത്തെ ബാൻഡ് കാണിക്കുക. ആ 3 എന്താ? 3 കാണിക്കുന്നത് ഇവിടെ ഓറഞ്ച് ആണ്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ the third color of the third band must be orange. A copper wire of length 10 meter and radius 1/√5 centimeter has electrical resistance of 10 ohm. The current density in the wire for an electric field of strength 10 volt per meter is. അതിൽ നമുക്ക് I into R equal to voltage ആണ്. അത് ഓംസ് ലോ ആണ്, ഓംസ് ലോ. അപ്പം ഞാനിവിടെ I ഇവിടെ ഡിനോമിനേറ്ററിൽ A ചേർത്തു, അപ്പം ന്യൂമറേറ്ററിലും A ചേർത്തു. ഓക്കെ, ഇനി ലെഫ്റ്റ് സൈഡിൽ ഞാൻ L ഡിനോമിനേറ്ററിൽ ചേർത്തു, അപ്പോൾ റൈറ്റ് സൈഡിലും ഡിനോമിനേറ്ററിൽ L ചേർക്കുക. ഓക്കെ, ഈ V/L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡാണ്. ഓക്കെ, I/A പറഞ്ഞു കഴിഞ്ഞാൽ അത് കറണ്ട് ഡെൻസിറ്റിയാണ്. അപ്പോൾ ഇവിടെ എനിക്ക് ഈ I/A ഉണ്ടല്ലോ, നോക്കൂ, ഈ V/Lന് പകരം ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, പിന്നെ L/RA വരും. അതായത് I/A കറണ്ട് ഡെൻസിറ്റി ഈക്വൽ ടു ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ലെങ്ത് ഡിവൈഡ് ബൈ R/A വരും. ഓക്കെ, അതിൽ ഈ J ഈക്വൽ ടു σE ഉണ്ടല്ലോ, അത് നമുക്ക് ഇത് ഈ സാധനം ഇത് കറണ്ട് ഡെൻസിറ്റിയാണ്. ഈ RA/L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റെസിസ്റ്റിവിറ്റിയാണ്. ഓക്കെ, റെസിസ്റ്റിവിറ്റി അത് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോഴെന്താവും? 1 റെസിസ്റ്റിവിറ്റി ആവും, അതായത് കണ്ടക്ടിവിറ്റി ആവും. പിന്നെ അവിടെയുള്ള എന്താ? V/L എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പോൾ ഈ I/A ഈക്വൽ ടു J കറണ്ട് ഡെൻസിറ്റി, ഇത് റെസിസ്റ്റിവിറ്റി അങ്ങോട്ട് പോകുമ്പോൾ കണ്ടക്ടിവിറ്റി സിഗ്മ, ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അവിടെ ഉണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ പറയുക ദിസ് ഇസ് കോൾഡ് ദ വെക്ടർ ഫോം ഓഫ് ഓംസ് ലോ എന്നാണ്. ഓംസ് ലോയുടെ വെക്ടർ ഫോം ആണത്. ആയിക്കോട്ടെ, അപ്പോൾ ഇനി നമുക്ക് ഇവിടെ വേണ്ടത് കറണ്ട് ഡെൻസിറ്റി J ആണ്. അതിന് EL ഡിവൈഡ് ബൈ RA ആണ് നമ്മൾ ചെയ്യേണ്ടത്. അതിൽ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് 10 ആണ്. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് പറയാം? പിന്നെ ഉള്ളത് ലെങ്ത് 10 ആണ്. ഓക്കെ, പിന്നെ ഡിനോമിനേറ്ററിൽ റെസിസ്റ്റൻസ് 10 ആണ്. പിന്നെ ഏരിയ എന്താ? ഏരിയ പറഞ്ഞാൽ πr². റേഡിയസ് എത്രയാണ്? 1/√5. പിന്നെയോ 10⁻². 1/√5 സെന്റിമീറ്റർ. സെന്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ 10⁻² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഹോൾ സ്ക്വയർ. ഓക്കെ, അതിൽ ഈ 1/√5ന്റെ സ്ക്വയർ 1/√5ന്റെ സ്ക്വയർ 1/π വരും. ആ 1/πയും പൈയൂടെ നമുക്ക് കട്ട് ചെയ്യാം. പിന്നെ ഈ 10ഉം മേലെയുള്ള 10 കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ 10⁻²ന്റെ സ്ക്വയർ എത്രയാണ്? 10⁻4 വരും. മേലെ പോകുമ്പോൾ 10⁻+4 ആവും. ഓൾറെഡി അവിടെ ഒരു 10 ഉണ്ട്, അപ്പോൾ 10⁻5 വരും. ഓക്കെ, അപ്പോൾ 10⁻5 ആംബിയർ പെർ മീറ്റർ സ്ക്വയർ വരും. ഓക്കെ, എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഹാവിംഗ് ഡ്രിഫ്റ്റ് വെലോസിറ്റി 7.5 into 10⁻4 meter per second in an electric field of 3 into 10⁻11 volt meter raised -1 has a mobility. മൊബിലിറ്റി പറഞ്ഞാൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡാണ്.
ഓക്കെ, അപ്പോൾ നമുക്ക് V/E ആണ്. V എന്ന് പറഞ്ഞാൽ 7.5 × 10⁻⁴. ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് 3 × 10⁻11. അപ്പോൾ 2.5 × 10⁻15 വരും. അതായത് സി ഇതാണ് കറക്റ്റ് ഓപ്ഷൻ, 2.5 × 10⁻15. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ കാർബൺ റെസിസ്റ്റർ. ഓക്കെ, പിന്നെ 47 ± 4.7 ആണ്. പിന്നെ 4.7 കിലോ ഓം. അപ്പോൾ ഈ 47ന്റെ 10% ആണ് 4.7. ഓക്കെ, അപ്പോൾ ഈ ടോളറൻസ് ±10%. ടോളറൻസ് ±10% ആകുമ്പോൾ സിൽവർ ആവണം. ഓക്കെ, ലാസ്റ്റ് ബാൻഡ് സിൽവർ ആവണം. പിന്നെ കിലോ ഓം എന്ന് പറഞ്ഞാൽ 10⁻3 ആണ്. പക്ഷേ നമ്മൾ 47 × 10⁻3. അപ്പോൾ മൂന്നാമത്തെ ബാൻഡ് ഓറഞ്ച് ആവണം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 2 ഓപ്ഷനിലും അതൊക്കെ റെഡിയാ. ഓക്കെ, പിന്നെ ഫസ്റ്റ് എത്രയാ? 4 ആണ്. 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് യെല്ലോ ആണ്. ഓക്കെ, അപ്പോൾ പിന്നെ അടുത്ത എത്രയാ? 7 ആണ്. 7ന് കറസ്പോണ്ടിങ് വയലറ്റ് ആണ്. അപ്പോൾ ദിസ് ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അക്രോസ് എ മെറ്റാലിക് കണ്ടക്ടർ ഓഫ് നോൺ യൂണിഫോം ക്രോസ് സെക്ഷൻ എ കോൺസ്റ്റന്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇസ് അപ്ലൈഡ്. The quantity which remains constant along the conductor is. അതിൽ കറണ്ട് മാത്രമേ ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ. അതിൽ നമുക്ക് എന്ത് പറയാം? കറണ്ട് I = NAEVD ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഓക്കെ, പിന്നെ കറണ്ട് മാത്രം ത്രൂ ഔട്ട് ദ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ കറണ്ട് കോൺസ്റ്റന്റ് ആണ്. വേറെ ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഡിഫറെൻ്റ് ആണ്. പിന്നെന്താ? ഇലക്ട്രിക് ഫീൽഡ് ഡിഫറെൻ്റ് ആണ്. കറണ്ട് ഡെൻസിറ്റി ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ സി കറണ്ട് മാത്രം കോൺസ്റ്റന്റ് ആണ് along the length of the conductor. നെക്സ്റ്റ് നമുക്ക് നോക്കാം. എ വയർ ഓഫ് റെസിസ്റ്റൻസ് 4 ohm is stretched to twice its length. ഓക്കെ, ദ റെസിസ്റ്റൻസ് ഓഫ് ദ സ്ട്രെച്ച്ഡ് വയർ വുഡ് ബി. ഇപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത അതേ ഫോർമുല തന്നെ നമുക്ക് യൂസ് ചെയ്യാം. റെസിസ്റ്റൻസ് R = ρD. റോ റെസിസ്റ്റിവിറ്റി ആണ്, D പറഞ്ഞ ഡെൻസിറ്റി ആണ്, ഡിവൈഡഡ് ബൈ മാസ്. അപ്പൊ ഇത്രയും കോൺസ്റ്റന്റ് ആണ്. അതായത് വയറിനെ സ്ട്രെച്ച് ചെയ്ത് വലിച്ച് നീട്ടിക്കഴിഞ്ഞാലും മാറില്ല. അപ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് പ്രൊപ്പോർഷണൽ ടു L² പറയാം. ഇവിടെ എന്താ ചെയ്തത്? 4 is stretched twice its original length. ലെങ്ത് ഡബിൾ ആക്കി. അപ്പോൾ റെസിസ്റ്റൻസ് 4 ടൈംസ് ആക്കും. ഓക്കെ, ആദ്യം ഉള്ളത് 4 ohm ആണ്. പിന്നെ അത് 4 ടൈംസ് ആകുമ്പോഴെന്താ? 16 ohm ആവും ആ സ്ട്രെച്ച്ഡ് വയറിൻ്റെ റെസിസ്റ്റൻസ്. ഓക്കെ, ലെങ്ത്തിൻ്റെ സ്ക്വയറിന് പ്രൊപ്പോർഷണൽ ആണ്. ലെങ്ത് ഡബിൾ ആക്കി കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് 4 ടൈംസ് ആവും. ഒറിജിനൽ 4 ആയിരുന്നു, പിന്നെ 4 ടൈംസ് ആകുമ്പോൾ 16 ആവും. ഓക്കെ, ഇനി നമുക്ക് ഒരു കോമൺ വളരെ സാധാരണയായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സിലിക്കൺ ആൻഡ് കോപ്പർ ആർ കൂൾഡ് ടു എ ടെമ്പറേച്ചർ ഓഫ് 300 Kelvin. ദെൻ റെസിസ്റ്റിവിറ്റി ഫോർ സിലിക്കൺ ഇൻക്രീസസ് ആൻഡ് ഫോർ കോപ്പർ ഡിക്രീസസ്. അതിൽ റെസിസ്റ്റിവിറ്റി ഓഫ് ഫോർ കോപ്പർ ഇൻക്രീസസ് ആൻഡ് ഫോർ സിലിക്കൺ ഡിക്രീസസ്. അതിൽ ഈ ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റി കൂടും കോപ്പറിന്, ടെമ്പറേച്ചർ കുറയുമ്പോൾ റെസിസ്റ്റിവിറ്റി കുറയും കോപ്പറിന്. ഓക്കെ, സെമി കണ്ടക്ടറിനാണെങ്കിൽ റെസിസ്റ്റിവിറ്റി കൂടും. ഓക്കെ, അപ്പോൾ അതിൽ ഫോർ സിലിക്കൺ റെസിസ്റ്റിവിറ്റി ഇൻക്രീസസ് ഫോർ സിലിക്കൺ ആൻഡ് ഫോർ കോപ്പർ ഇറ്റ് ഡിക്രീസസ്. അതായത് ഫസ്റ്റ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് വരിക. ഓക്കെ, മെറ്റാലിക് കണ്ടക്ടേഴ്സിന് ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റി കൂടും, ടെമ്പറേച്ചർ കുറയുമ്പോൾ റെസിസ്റ്റിവിറ്റി കുറയും. സെമി കണ്ടക്ടേഴ്സിന് നെഗറ്റീവ് TCR ആണ്. അപ്പോൾ ടെമ്പറേച്ചർ കുറയുമ്പോൾ റെസിസ്റ്റിവിറ്റി കൂടും. ഓക്കെ, ഫോർ സിലിക്കൺ ഇൻക്രീസസ് ബിക്കോസ് ഇറ്റ് ഈസ് എ സെമി കണ്ടക്ടർ. ഫോർ കോപ്പർ ഡിക്രീസസ് ബിക്കോസ് ഇറ്റ് ഈസ് എ മെറ്റാലിക് കണ്ടക്ടർ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എ വയർ ഹാസ് എ റെസിസ്റ്റൻസ് ഓഫ് 3.1 ohm at 30 degrees Celsius and a resistance of 4.5 ohm at 100 degrees Celsius. Temperature coefficient of resistance of the wire is. അതിൽ R1 = R0. ഇത് റെസിസ്റ്റൻസ് അറ്റ് 0 degrees Celsius. R1 is the resistance at T1 degrees Celsius. പിന്നെ എന്താ? R2 is the resistance at another temperature that is T2. ഓക്കെ, ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. R1/R2 = 1 + alpha T1/1 + alpha T2. അപ്പോൾ ഇവിടുന്ന് ആൽഫ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് പറഞ്ഞാൽ ഇങ്ങനെ വരും. ഓക്കെ, 4.5 - 3.1. പിന്നെ എത്രയാ? 3.1 × 100 - 4.5 × 30. അപ്പോൾ 310 - 135 ദാറ്റ് ഈസ് 175 വരും. ഓക്കെ, ഈ 175നെ എനിക്ക് ഇപ്പം ഞാൻ മേലെയും താഴെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 175ന് ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ എത്രയായി? 350 ആയി. വീണ്ടും ഡബിൾ ചെയ്താൽ 700 ആയി. അതായത് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അടിയിൽ 700 വരും. താഴെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മേലെ നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇനിയിപ്പോൾ എന്താണെന്നറിയോ? ഇവിടെ നമുക്ക് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാന്നറിയോ? ഈ 700നെ 0.7 × 10⁻³ എന്ന് എഴുതാം. കുഴപ്പമില്ലല്ലോ.
0.7 ഇൻറ്റു 10⁻³ ആ 0.7ഉം 1.4 കൂടെ കട്ട് ചെയ്യുമ്പോൾ മേലെ 2 വരും. 2 × 4 എന്ന് പറഞ്ഞാൽ 8 വരും. 10⁻³ മേലെ പോകുമ്പോൾ 10⁻³ വരും. അതായത് 8 × 10⁻³ ഓക്കെ, അതാണ് ഈ എഴുതിയിരിക്കുന്നത് 0.008 per degree Celsius എന്നുള്ളത്. ഓക്കെ, ഇതൊരു ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്, നല്ല ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിനകത്ത് മാസസ് ഓഫ് 3 വയേഴ്സ് ഓഫ് കോപ്പർ ആർ ഇൻ ദ റേഷ്യോ. സാധാരണ 2 എണ്ണമല്ലേ റേഷ്യോക്ക് ചോദിക്കുക, ഇവിടെ 3 എണ്ണം ഉണ്ട്. ഓക്കെ, അതിൽ റേഷ്യോ ഇതെന്താ, 3 wires of copper are in the ratio, masses are in the ratio 1:3:5 and their lengths are in the ratio 5:3:1. The ratio of their resistance R equal to rho d L² m. അതിൽ റോ റെസിസ്റ്റിവിറ്റി, ഡി പറഞ്ഞാൽ ഡെൻസിറ്റി, അത് 3 വയറിനും സെയിം ആണ്. അപ്പോൾ റെസിസ്റ്റൻസ് പ്രപ്പോർഷണൽ ടു L² m എന്ന് പറയാം. അപ്പോൾ L² m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ എന്താ, ഫസ്റ്റ് എന്താ, ലെങ്ത് 5 ആണ്, മാസ് 1 ആണ്. അപ്പോൾ L² m എന്ന് പറഞ്ഞാൽ 5²/1. സെക്കൻഡ് ലെങ്ത് 3 ആണ്, മാസ് 3 ആണ്. അപ്പോൾ L² m എന്ന് പറഞ്ഞാൽ 3²/3. തേർഡ് ലെങ്ത് 1 ആണ്, മാസ് 5 ആണ്. അപ്പോൾ 1² വരും. ഓക്കെ, അപ്പോൾ ഇത് സിമ്പിൾ റേഷ്യോ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക, ഈ LCM കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്ക്. ഇപ്പോൾ എന്താ പറയുക, ഇവിടെ നമുക്ക് മേലെ ദാറ്റ് ഈസ് 5² 25 ത്രൂ ഔട്ട്. ഇവിടെ എത്ര വരും, 3 വരും. ഇവിടെ എത്ര, 1/5 വരും. ഓക്കെ, അപ്പോൾ ത്രൂ ഔട്ട് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 125:15:3. അതായത് ഇത് വരുന്നത് എത്രയാണെന്നറിയോ, ദിസ് ഈസ് ഈക്വലൻ ടു നമുക്ക് എന്താ പറയാം 5². ഓക്കെ, 5² 3:1/5 വരും. അപ്പോൾ ത്രൂ ഔട്ട് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 125:15:1 വരും. ഓക്കെ, റിയലി ബ്യൂട്ടിഫുൾ. അതിൽ ദിസ് ഈസ് ആൻ ഇൻഫിനിറ്റ് നെറ്റ്വർക്കാണ്. അപ്പോൾ അതിൽ we have to find the effective capacitance between A and B. അതിൽ ഇവിടുത്തെ ഐഡിയ എന്താണെന്നറിയോ, നമ്മൾ ഈ ഇൻഫിനിറ്റ് നെറ്റ്വർക്കിൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 പോയിന്റ്സ് A and B എന്താ, അത് എക്സാ വിചാരിച്ചോളൂ. അതായത് ഇവിടുന്ന് നമ്മൾ ഇതേ ഇങ്ങനെ ഇങ്ങോട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന റെസിസ്റ്റൻസ് എക്സ് ആണ് എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, ഇത് ഒരു സെക്ഷനാണ്. ഓക്കെ, അതേപോലെ ഒരു സെക്ഷനാണിത്, അതേപോലെ ഒരു സെക്ഷനാണിത്. അങ്ങനെ ദർ വിൽ ബി ഇൻഫിനിറ്റ് സെക്ഷൻസ് അല്ലേ, ഇൻഫിനിറ്റ് സെക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ നിന്ന് നോക്കൂ, ഒരു സെക്ഷൻ, അടുത്ത സെക്ഷൻ, അടുത്ത സെക്ഷൻ, അങ്ങനെ ഇൻഫിനിറ്റ് സെക്ഷൻസ്. ആ ഇൻഫിനിറ്റ് സെക്ഷൻസിൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എക്സ് ആണ്. ഇനി ഞാനിത് ഈ ലൈനിലെ ഇവിടെ ഞാൻ അങ്ങ് കട്ട് ചെയ്ത് വിചാരിക്കുക. അതായത് കട്ട് ചെയ്ത് ഒരു സെക്ഷൻ ഞാൻ അങ്ങ് റിമൂവ് ചെയ്തു. ഓക്കെ, ആ ഒരു സെക്ഷൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഒരു സെക്ഷൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ എ എന്നുള്ള പോയിന്റ് ഇവിടെ വരും. ഓക്കെ, അതേപോലെ ബി എന്നുള്ള പോയിന്റ് ഇവിടെ വരും, ഒരു സെക്ഷൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ. ഇനി നമ്മൾ ഇതിന് ശേഷമുള്ളത് നോക്കുമ്പോൾ എഗെയിൻ ദർ വിൽ ബി ഇൻഫിനിറ്റ് സെക്ഷൻസ്. ഓക്കെ, അതിന് ശേഷമുള്ളത് ഇങ്ങോട്ട് എന്താ, ഇൻഫിനിറ്റി -1 അതും ഇൻഫിനിറ്റി തന്നെയാണ്. ഓക്കെ, അതായത് 1 2 3 പറഞ്ഞ അങ്ങനെ ഇൻഫിനിറ്റ് സെക്ഷൻസ് ഉണ്ട്. ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എക്സാ വിചാരിച്ചോ. ഇനി നമ്മൾ അതിൽ നിന്ന് ഒരു സെക്ഷൻ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ആ എ എന്നുള്ള പോയിന്റ് ഇവിടെ വരും, ബി എന്നുള്ള പോയിന്റ് ഇവിടെ വരും. ഓക്കെ, ആ ഒരു ഇൻഫിനിറ്റിന്ന് ഒരെണ്ണം കളഞ്ഞാൽ ഇൻഫിനിറ്റി തന്നെയാണ്. പിന്നെ ഇവിടെ ഉള്ളതെല്ലാം എന്താ, അത് അഗെയിൻ ഇൻഫിനിറ്റ് സെക്ഷൻസ് തന്നെയാണ്. അപ്പോൾ നോക്കൂ, ഇത്രയും പാർട്ടിന്റെ റെസിസ്റ്റൻസ് ഈസ് അഗെയിൻ എന്താ, എക്സ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നോക്കൂ, ഈ 2 ബ്ലൂ ഡോട്ട്സിന് അക്രോസ് ഉള്ള റെസിസ്റ്റൻസ് എക്സ് ആണ്. അതുപോലെ ഇത് ഈ 2 ഡോട്ട്സിന് അക്രോസ് ഉള്ള റെസിസ്റ്റൻസും എക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ അതിനെ വീണ്ടും വരച്ചു. നമ്മൾ എ ബി എന്നുള്ളത് വെച്ചു. ഓക്കെ, ഇനി ഇവിടുന്ന് എന്താ, ഈ സർക്കിൾ ചെയ്ത ഉണ്ടല്ലോ ഇൻഫിനിറ്റ് സെക്ഷൻസ്, അതൊരു എക്സ് ആണ്. ഓക്കെ, ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കുമ്പോഴും എക്സാ. അപ്പോൾ ഇവിടെ നോക്കൂ, ഈ എക്സും 1ഉം പാരലലാണ്. എക്സും 1ഉം പാരലൽ ആകുമ്പോൾ x × 1/x+1. ഓക്കെ, ദാറ്റ് ഈസ് ഇൻ സീരീസ് വിത്ത് 1 and 1. അപ്പോൾ 1 and 1 പറഞ്ഞു കഴിഞ്ഞാൽ സീരീസിലാകുമ്പോൾ 2 വരും. അപ്പോൾ x × 1/x+1 + 2, അതാണ് ഈ സിസ്റ്റത്തിൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. അതെത്രയും, അത് എക്സ് ആണ് നമ്മൾ വിചാരിക്കുന്നത്. ഓക്കെ, എക്സ്. അപ്പോൾ ഇത് നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ x = √2 + 1 വരും. അത് ഇഷ്ടപ്പെടാത്തവർക്ക് എന്ത് പറയാം, 1 + √2 പറയാം. ഓക്കെ, 1 + √2 പറയാം. അപ്പോൾ 1 + √2 ഓംസ് ആണ്. 1 + √2 ഓംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അതിൽ 3 resistors having resistances R1, R2 and R3 are connected as shown
in figure the ratio I3 by I1 of current in terms of resistances used in the circuit. അതിൽ നമുക്ക് ഇവിടെ ഈ ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ട് I1 ആണ്. അത് I2ഉം I3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകും. അതായത് I1 ഈക്വൽ ടു I2 പ്ലസ് I3 പറയാം. പിന്നെ ഇവിടെ റെസിസ്റ്റൻസസ് R2 ആൻഡ് R3 ആ. റെസിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ് കറണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാന്നറിയോ, ഈ വരുന്ന കറണ്ട് ഉണ്ടല്ലോ I1, ആ I1-നെ നമ്മൾ I1 ഈസ് ടു ബി ഡിവൈഡഡ് ഇൻ ടു R2 ആൻഡ് R3. ഓക്കെ, ഇൻവേഴ്സ് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പം അതിൽ നമുക്ക് കാണേണ്ടത് I3 ആണ്. R3-യിലൂടെ ഉള്ള കറണ്ട് R2-ന് പ്രൊപ്പോർഷണലാവും. ഓക്കെ, അതായത് ഇവിടെ വരുന്ന കറണ്ട് R2-ലേക്കും R3-ലേക്കുമാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ആകെ വരുന്ന കറണ്ട് I1-നെ R2 പ്ലസ് R3 ഈക്വൽ പാർട്ട് ആക്കുക. അതായത് ഇപ്പം നമുക്ക് ഇങ്ങനെ പറയാം, ഇപ്പോൾ I2 ഡിവൈഡഡ് ബൈ I3, ദിസ് വിൽ ബി ഈക്വൽ ടു R3 ഡിവൈഡഡ് ബൈ R2 ആണ്, ആസ് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഓക്കെ, അതിനിപ്പോൾ നമുക്ക് വേണ്ടത് എന്താണെന്നറിയോ, I3 ബൈ I1 ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ കമ്പോണൻറ്റോ ഡിവിഡൻറ്റോ റൂൾ എന്നൊക്കെ പറയാം. ഓക്കെ, അതായത് ഞാൻ I3 മേലെ വെച്ചു, ഓക്കെ, രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് I2 പ്ലസ് I3 താഴെ വെച്ചു. ഓക്കെ, അതേപോലെ റൈറ്റ് സൈഡിലും ചെയ്യാം. I3 ആണ് മേലെ വെച്ചത്, അപ്പോൾ ഇവിടെ R2 നമ്മൾ എടുത്ത് മേലെ വെക്കണം. R2 ഡിവൈഡ് ബൈ, ഇനി രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടുള്ളത് താഴെ വെക്കുക, R2 പ്ലസ് R3. ഓക്കെ, അതിൽ ഈ I2 പ്ലസ് I3 പറഞ്ഞാൽ I1 ആണ്. ഓക്കെ, അപ്പോൾ I3 ഈക്വൽ ടു ഇതിന് പകരം നമുക്ക് I1 കൊടുക്കുകയാണെങ്കിൽ R2 I1 ഡിവൈഡ് ബൈ R2 പ്ലസ് R3 വരും. ഓക്കെ, അതിൽ I3 ഡിവൈഡ് ബൈ I1 ആണ്. സോ R2 ഡിവൈഡ് ബൈ R2 പ്ലസ് R3. R2 ബൈ R2 പ്ലസ് R3 പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ വെച്ച് രണ്ട് റെസിസ്റ്റേഴ്സ് പാരലൽ ആണ്. അപ്പോൾ റെസിസ്റ്റേഴ്സിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് കറണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ആകെയുള്ള കറണ്ട് ഈസ് ടു ബി ഡിവൈഡഡ് ഇൻ ടു R2 പ്ലസ് R3 പാർട്സ്. അതിൽ R2-യിലൂടെ പോകുന്നത് R3-ക്ക് പ്രൊപ്പോർഷണൽ ആണ്, R3-യിലൂടെ പോകുന്നത് R2-ന് പ്രൊപ്പോർഷണൽ ആണ്. അങ്ങനെയാണ്, റൈറ്റ്? ഇത് ഒരു ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ. അതിൽ A, B ആൻഡ് C ആർ വോൾട്ട് മീറ്റേഴ്സ് ഓഫ് റെസിസ്റ്റൻസ് R, 1.5 R ആൻഡ് 3 R. ഓക്കെ, അതായത് ഇവിടെ റെസിസ്റ്റൻസ് R ആണ്, ഇവിടെ റെസിസ്റ്റൻസ് 1.5 R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3/2 R പറയാം. ഓക്കെ, ഇത് 3/2 R ആൻഡ് ദിസ് ഈസ് 3 R. ഓക്കെ, നമ്മൾ 3R രണ്ട് 3R പാരലൽ ആയിട്ട് കണക്ട് ചെയ്താൽ എന്താവും? 3R/2 ആവും. രണ്ട് 3R പാരലൽ ആയിട്ട് കണക്ട് ചെയ്താൽ 3R/2. അപ്പോൾ ഇവിടെ 3R/2 ആണ്, 3/2 R എന്ന് പറഞ്ഞാൽ 3R/2 ആണല്ലോ. അതായത് ഇത് ഈ B എന്ന് പറഞ്ഞാൽ രണ്ട് 3R പാരലൽ ആയിട്ട് കണക്ട് ചെയ്തതിന് ഈക്വലൻ്റ്. അതിന് പാരലൽ ആയിട്ട് ഒരു 3R കൂടെ ഉണ്ട്. അപ്പം 3 3R പാരലൽ ആയിട്ട് കണക്ട് ചെയ്ത പോലെയായി. 3 3R പാരലൽ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? 3R/3. 3R/3 പറഞ്ഞു കഴിഞ്ഞാൽ 3 വരും. അതായത് ഇവിടുത്തെ റെസിസ്റ്റൻസ് എന്താ? 3R/3 എന്ന് പറഞ്ഞാൽ R ആണ്. ഓക്കെ, അതായത് ഈ പാരലൽ കോമ്പിനേഷൻ അക്രോസ് ഉള്ള ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് R ആണ്. ഓക്കെ, ഇവിടെയുള്ള റെസിസ്റ്റൻസും R ആണ്. അപ്പോൾ ഈ എയിലും അതുപോലെ തന്നെ ഇവിടെയും റെസിസ്റ്റൻസ് സെയിം ആണ്. ദേ ആർ കണക്റ്റഡ് ഇൻ സീരീസ്. അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജും സെയിം ആവും. ഇവിടുത്തെ വോൾട്ടേജ് എത്രയാണോ അതാണ് ബിയിൽ ഉണ്ടാവുക, അതാണ് സിയിലും ഉണ്ടാവുക. ഓക്കെ, ഇവിടത്തെയും വോൾട്ടേജ് സെയിം ആണ്. കാര്യം എന്താ? ഇവിടെ റെസിസ്റ്റൻസ് R, ഇവിടെയും റെസിസ്റ്റൻസ് R. അതായത് എയിലെയും ബിയിലെയും സിയിലെയും വോൾട്ടേജ് സെയിം ആവും എന്നർത്ഥം. ഓക്കെ, അപ്പോൾ VA ഈക്വൽ ടു VB ഈക്വൽ ടു VC, ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഓക്കെ, എ റിംഗ് മെയ്ഡ് ഓഫ് എ വയർ ഹാവിംഗ് എ റെസിസ്റ്റൻസ് ഓഫ് 12 ohm. Find the points A and B as shown in figure at which a current carrying conductor should be connected so that the resistance R of the subcircuit between these points is equal to 8/3 ohms. Okay, ആകെ ഉള്ളത് 12 ohm ആണ്. ഓക്കെ, ആ 12 ohm എന്ന് പറഞ്ഞാൽ ഇപ്പം മേലെ ഉള്ളത് R1 വിചാരിച്ചോളൂ, താഴെ ഉള്ളത് R2 വിചാരിക്കുക. അപ്പോൾ R1ഉം R2 കൂടെ ചേരുമ്പോൾ എത്രയാണ്? 12. അത് നമുക്കത് എഴുതാം R1 പ്ലസ് R2 ഈക്വൽ ടു 12. ഓക്കെ, ഇനി ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് പറഞ്ഞാൽ R1 ആൻഡ് R2 ആർ ഇൻ പാരലൽ. R1 R2 ബൈ R1 പ്ലസ് R2 എന്താ? ഇറ്റ്സ് ഗിവൺ ആസ് 8/3. അതിൽ ഈ R1 പ്ലസ് R2 12 ആണെങ്കിൽ
ആ 12ഉം 3യും കൂടെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 4 വരും. 4 into 8 എന്ന് പറഞ്ഞാൽ 32 വരും. ഇപ്പം സംഭവം എന്താണെന്നറിയോ, R1 and R2 are such that their product is 32 and their sum is 12. അപ്പോൾ രണ്ട് ഫാക്ടേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 12 കിട്ടണം, മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 32 കിട്ടണം. അപ്പോൾ നിങ്ങൾ 32ൻ്റെ ഫാക്ടേഴ്സ് കാണുക. ഇപ്പോൾ 16ഉം എന്താ പറയുക 2ഉം 32ൻ്റെ ഫാക്ടേഴ്സാണ്. പക്ഷേ അത് രണ്ടും കൂടെ ആഡ് ചെയ്ത 12 കിട്ടില്ല. 8ഉം 4ഉം 32ൻ്റെ ഫാക്ടേഴ്സാണ്. അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 12 കിട്ടും. അപ്പോൾ അതാണ് R1 and R2 are 4 and 8 respectively. അപ്പോൾ ഈ R1 and R2 proportional to their length L1 and L2. അപ്പോൾ നമുക്ക് L1/L2 equal to 4/8 അല്ലെങ്കിൽ 1/2 പറയാം. So L1 divided by L2, this is equal to 1/8. Next question നോക്കാം. When a wire of uniform cross section A, length L and resistance capital R is bent into a complete circle, resistance between any two diametrically opposite points will be. അതിൽ മൊത്തം റെസിസ്റ്റൻസ് ക്യാപിറ്റൽ R ആണ്. ഓക്കെ, അതിൽ നമ്മൾ ഇത് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റിൽ എടുത്തു കഴിഞ്ഞാൽ മേലെ R/2 വരും, താഴെ R/2 വരും. R/2 ആൻഡ് R/2 ഇൻ പാരലൽ പറഞ്ഞു കഴിഞ്ഞാൽ R/4 വരും. ഓക്കെ, R/4. സോ ദിസ് വിൽ ബി ദ ആൻസർ. ഓക്കെ, ഇങ്ങനെയുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കറണ്ട് I ഇൻ ദ ഗിവൺ സർക്യൂട്ട്, അതായത് മൊത്തം ആ നെറ്റ്വർക്ക് ഡ്രോ ചെയ്യുന്ന കറണ്ടാണ് ക്യാപിറ്റൽ I. അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതിൽ ഇവിടെ നോക്കൂ, ഈ 3 ohm ഉണ്ടല്ലോ, ദിസ് 3 ohm ദാറ്റ് ഈസ് കണക്റ്റഡ് അക്രോസ് 4.8. അപ്പോൾ ആ 4.8/3 അതാണ് ഈ 3 ohമിലൂടെ ഉണ്ടാകുന്ന കറണ്ട്. അത് എത്രയാ? 4.8/3 പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 1.6. ഓക്കെ, പിന്നെ ഈ 6 and 6 എത്രയാ? 12 ആണ്. ആ 12 ohm, ഈ 6ഉം 6ഉം സീരീസിലാണ്. ദാറ്റ് 12 ohm ഈസ് കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് 4.8. അപ്പോൾ 4.8/12 പറഞ്ഞു കഴിഞ്ഞാൽ 0.4. അപ്പോൾ ഇതിലൂടെ വരുന്നത് 1.6, ഇതിലൂടെ വരുന്നത് 0.4. ഓക്കെ, അപ്പോൾ മൊത്തം ഡ്രോ ചെയ്യുന്ന എത്രയാണ്? 1.6 + 0.4 പറഞ്ഞാൽ 2 ആംപിയർ. ഓക്കെ, അത് നമുക്ക് 2 ആംപിയർ പറയാം. ഇനി അല്ലെങ്കിൽ പിന്നെന്താണെന്നറിയോ, ഈ 6ഉം 6ഉം എന്താ? 12, ദാറ്റ് ഈസ് ഇൻ പാരലൽ വിത്ത് 3. അപ്പോൾ 12ഉം 3യും കൂടെ പാരലൽ ആവുമ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് നമ്മൾ കാണുക. അതെങ്ങനെ കാണും നമ്മൾ? ഈ 12 and 3 are in parallel എന്നാ. അതിൽ ആ 3 നമുക്ക് എന്ത് വിചാരിക്കാമെന്നറിയോ? 12, 12, 12 4 പാരലായിട്ടാണെന്ന് വിചാരിക്കാം. 12 ohm ഈസ് ഇൻ പാരലൽ വിത്ത് 3. ആ 3 നമ്മൾ 12, 12, 12 4 പാരലൽ ആകുമ്പോൾ എത്രയാ? 12/4 പറഞ്ഞാൽ അത് 3 അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 3 ക്യാൻ ബി കൺസിഡർഡ് ആസ് 4 ഐഡന്റിക്കൽ റെസിസ്റ്റേഴ്സ് ഈച്ച് ഈക്വൽ ടു 12 ohm കണക്റ്റഡ് ഇൻ പാരലൽ. അപ്പോൾ ഇവിടെ എന്താ 12 ohm 4, ഇവിടെ 1. അപ്പോൾ മൊത്തം 12 ohm 5 കണക്റ്റഡ് ഇൻ പാരലൽ. അപ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താവും? 12 divided by 5 വരും. 12/5 പറഞ്ഞു കഴിഞ്ഞാൽ എത്ര? 24/10, അതായത് 2.4 വരും. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് 2.4 കണക്റ്റഡ് അക്രോസ് 4.8. സോ ദ കറന്റ് വിൽ ബി 4.8/2.4, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ആംപിയർ. ഓക്കെ, അപ്പോൾ അങ്ങനെയും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഇതൊരു എക്സാക്ട്ലി സിമിലർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൽ കറണ്ട് ഇൻ ദ ഫോളോയിങ് സർക്യൂട്ട് ഈസ്. ഓക്കെ, ഇവിടെ നോക്കൂ, ഈ 3 ohm ഈസ് കണക്റ്റഡ് അക്രോസ് 2 volt. സോ ഇറ്റ് ഡ്രോസ് എ കറണ്ട് 2/3. ഓക്കെ, 2 volt/3 ohm. പിന്നെ 3 + 3 എത്രയാ? 6 ohm കണക്റ്റഡ് അക്രോസ് 2. അപ്പോൾ അത് ഡ്രോ ചെയ്യുന്ന കറണ്ട് എത്രയാ? 2/6. 2/6 പറഞ്ഞാൽ 1/3. അപ്പോൾ 2/3 + 1/3 പറഞ്ഞാൽ 1 ആംപിയർ. ഓക്കെ, സോ കറണ്ട് ഡ്രോൺ വിൽ ബി 1 ആംപിയർ. അവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ 3 സീരീസ് എത്രയാ? 6 ആർ, ദാറ്റ് ഈസ് കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് 3. ഓക്കെ, അപ്പോൾ 6ഉം 3യും പാരലൽ ആകുമ്പോൾ 6 × 3 divided by 6 + 3 പറഞ്ഞാൽ 2 ohm ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണക്റ്റഡ് അക്രോസ് 2 volt. അപ്പോൾ 2 ohm കണക്റ്റഡ് അക്രോസ് 2 volt പറഞ്ഞു കഴിഞ്ഞാൽ ദ കറണ്ട് വിൽ ബി 1 ആംപിയർ അഗെയിൻ. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് സി വാട്ട് വിൽ ബി ദ ഇക്വലന്റ് റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട് ഷോൺ ബിറ്റ്വീൻ 2 points A and D. ഓക്കെ, A and D പറഞ്ഞു കഴിഞ്ഞാൽ A ഇവിടെയുണ്ട്. ഓക്കെ, D എന്ന് പറയുന്നത് ഇവിടെയുണ്ട്. ഓക്കെ, നമ്മൾ സി ഇവിടെ നോക്കൂ, ഈ റെസിസ്റ്റൻസ് ഉണ്ടല്ലോ, ദിസ് ഈസ് നോട്ട് കണക്റ്റഡ് എനിവർ. മനസ്സിലായില്ലേ? അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൂടെ കറണ്ട് ഉണ്ടാവില്ല, അത് ഫ്ലോട്ടിംഗ് ആണ്. അതുപോലെ തന്നെ ഇതിലൂടെയും കറണ്ട് ഉണ്ടാവില്ല. because those two resistors are not connected anywhere. എവിടെയും കണക്ട് ചെയ്തിട്ടില്ല. ഇനി ഇവിടെ നോക്കൂ, ഇത് രണ്ടും അപ്പം നമുക്ക് റിമൂവ് ചെയ്യാം, കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്ത് കളഞ്ഞാൽ ഈ 10ഉം 10ഉം സീരീസിലാണ്, അപ്പം 20 വരും. ഈ 10ഉം 10ഉം സീരീസിലാണ്, എഗെയിൻ 20 വരും.
ദിസ് 20 ഈസ് ഇൻ പാരലൽ വിത്ത് 20. അപ്പോൾ എത്രയാ 10 വരും. അപ്പോൾ ഇവിടെ ഒരു 10, പിന്നെ ഒരു 10, വീണ്ടും 10. അപ്പോൾ 10 10 10 സീരീസിലാണ്. അപ്പോൾ എത്ര വരും? 30 വരും. ഓക്കെ, സോ ദിസ് വിൽ ബി 30 ohm. ഓക്കെ, സോ ഇറ്റ് ഈസ് 30 ohm. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം എന്താണെന്നുള്ളത്. 2 wires of the same metal have same length but their cross sections are in the ratio 3:1. They are joined in series. The resistance of thicker wire is 10 ohm. The total resistance of the combination will be. അതിൽ രണ്ടിനും ഒരേ ലെങ്ത് ആണ്. ഓക്കെ, ഒരേ ലെങ്താണ്. അപ്പോൾ ഏരിയക്ക് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലാണ്. ഓക്കെ, ഏരിയക്ക് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലാണ്. ആ തിൻ വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ 1/3 ആണ്. അപ്പോൾ റെസിസ്റ്റൻസ് 3 times ആവും. ഓക്കെ, ആ തിക്ക് വയറിൻ്റെ 10 ആണെങ്കിൽ തിൻ വയറിൻ്റെ അതിൻ്റെ 3 times ആവും എന്ന് പറഞ്ഞാൽ 30 ohm ആവും. ഓക്കെ, R1/R2 = 1/3, R1 = 10 ohm and R2 = 30 ohm. When they are connected in series, the effective resistance will be 40 ohms. Okay. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അതിനകത്ത് ദിസ് ഈസ് ഓൾസോ എന്താ പറയുക, ഒരു ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഇൻ ദ സർക്യൂട്ട് ഷോൺ ഇൻ ഫിഗർ ദ കറണ്ട് ഇൻ 4 ohm റെസിസ്റ്റൻസ് ഈസ് 1.2 ആംപിയർ. ഓക്കെ, 4 ohm റെസിസ്റ്ററിൽ 1.2 ആംപിയർ ആണ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇതിന് അക്രോസിലെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 4 × 1.2, അതായത് 4.8. ഓക്കെ, നമ്മൾ അതിന് പാരലായിട്ട് എന്ത് കണക്ട് ചെയ്താലും അതിനകത്തുള്ള വോൾട്ടേജ് 4.8 ആവും. അപ്പോൾ നോക്കൂ, താഴത്തെ എന്താണെന്നറിയോ, താഴത്തെ 8 ohm ഈസ് കണക്റ്റഡ് അക്രോസ് ദിസ്. അപ്പോൾ ആ 8 ohmന് അക്രോസും ഉള്ള വോൾട്ടേജ് 4.8 വോൾട്ടാണ്. അപ്പോൾ അതിലൂടെയുള്ള കറണ്ട് എത്രയാണ്? 4.8 വോൾട്ട് ബൈ 8 ohm പറഞ്ഞാൽ 0.6 ആംപിയർ. ഓക്കെ, അപ്പോൾ ഈ മേലെയുള്ള റെസിസ്റ്ററിലൂടെ പോകുന്നത് 1.2 ആംപിയർ, താഴെ ഉള്ളതിലൂടെ പോകുന്നത് 0.6 ആംപിയർ. ആ 1.2ഉം 0.6 കൂടെ ചേർന്നിട്ട് എത്ര വരും? 1.8 ആണ് ഈ 2 ohmലൂടെ പാസ് ചെയ്യുക. ഓക്കെ, ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ബി ആൻഡ് സി എന്നാ. ബി ആൻഡ് സി പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 ohmൽ അക്രോസ് ഉള്ള വോൾട്ടേജ് എത്രയാണ്? അതിലൂടെ പോകുന്ന കറണ്ട് 1.8 ആണ് ത്രൂ എ റെസിസ്റ്റർ 2 ohm. അപ്പോൾ അതിനെ ക്രോസ് ഉള്ള വോൾട്ടേജ് പറഞ്ഞാൽ 2 × 1.8 പറഞ്ഞാൽ എത്ര വരും? ദാറ്റ് ഈസ് 3.6 വോൾട്ട് എന്ന് വരും. ഓക്കെ, 3.6 volts. Okay, now we have another wonderful question here. You are given several identical resistances, each of value capital R = 10 ohm and each capable of carrying a maximum current of 1 ampere. It is required to make a suitable combination of these resistances of 5 ohm each. 5 ohm, അതായത് effective resistance 5 ohm ആണ്. Okay, which can carry a current of 4 ampere. Okay, the minimum number of resistances of the type R that will be required for this job. ഓരോ റെസിസ്റ്റൻസും 10 ohm ആണ്. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ഇതിൽ 4 ആംപിയർ കറണ്ട് കടത്തിവിടണം. നമ്മളെ ഒരു റെസിസ്റ്ററിലൂടെ 1 ആംപിയറേ പോവുള്ളൂ, ഇതിലൂടെ 1 ആംപിയറേ കടത്തിവിടാൻ പറ്റുള്ളൂ. അപ്പം 4 പാരലൽ സെക്ഷൻസ് വേണം. 4 പാരലൽ ബ്രാഞ്ചസ് ഉണ്ടെങ്കിലേ 4 ആംപിയർ വിടുകയുള്ളൂ. കാരണം ഒന്നിലൂടെ 1 ആംപിയറേ മാക്സിമം പറ്റൂ. അപ്പം 4 സെക്ഷൻ വേണം. അപ്പം നമ്മൾ ഇത് എന്താ 10 10 10 4 കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാ? 10 / 4 പറഞ്ഞു കഴിഞ്ഞാൽ 2.5 ആണ്. മനസ്സിലായി? 2.5. നമുക്ക് 5 ohm വേണം. അപ്പോൾ ഇതൊരു 2.5 ആണെങ്കിൽ അതേപോലെ ഒരു 2.5 ഇവിടെ പാരലായിട്ട് കണക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 10 10 എത്രയാണ്? 20 ആണ്. അപ്പോൾ 20 20 20 20. ഓക്കെ, അപ്പോൾ 20 അതായത് 4 identical or equal resistors each equal to 20 are connected in parallel. അപ്പോൾ എത്രയാണ്? 20/4 വരും, അതായത് 5 ohm വരും. ഇഫക്റ്റീവ് 5 ohm ആണ്. എന്താ ആ സിസ്റ്റം ക്യാൻ ക്യാരി എ മാക്സിമം കറണ്ട് ഓഫ് 4 ആംപിയർ. എവറിത്തിങ് ഓക്കെ. എത്ര റെസിസ്റ്റേഴ്സ് വേണം? 8 എണ്ണം വേണം. റൈറ്റ്സ്. ആ ബ്രാഞ്ചിലൂടെ 4 ആംപിയർ കറണ്ട് പാസ് ചെയ്യണം. ഒരു ബ്രാഞ്ചിലൂടെ 1 ആംപിയറേ പറ്റൂ. അപ്പോൾ 4 എണ്ണം വേണം. ഈ 4 എണ്ണം എടുത്തിട്ട് 4 എണ്ണത്തിൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് 5 ആവണമെങ്കിൽ ഓരോ ബ്രാഞ്ചിലും എത്രയാണ്? 20 വേണം. ആ 20 ഉണ്ടാക്കുക എങ്ങനെ? 10 10 സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ 10 10 സീരീസ് ആക്കുക. അങ്ങനെ 4 ബ്രാഞ്ചസ് പാരലായിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി വേണ്ടത് നമ്മളെന്താ? അടുത്തത് in the network shown in figure, the resistances or each resistance is 1 ohm. The effective resistance between A and B is. അതിൽ നമ്മൾ എന്താണോ ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ നമ്മളൊരു സെല്ലിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കറണ്ട് അതേ സെല്ലിൻ്റെ നെഗറ്റീവ് പോളിലേക്ക് തിരിച്ചു പോകണം. ഓക്കെ, അപ്പോൾ വി ഹാവ് ടു ഫൈൻഡ് ദ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. അപ്പോൾ ഇവിടെ ഞാനൊരു സെല്ല് കണക്ട് ചെയ്തു എന്ന് വിചാരിക്കാം. സെല്ല് കണക്ട് ചെയ്തു. അപ്പോൾ
പോസിറ്റീവ് പോളിൽ നിന്ന് എത്ര കറണ്ട് പുറത്തേക്ക് വരുന്നുണ്ടോ അത്രയും കറണ്ട് നെഗറ്റീവ് പോളിലോട്ട് കയറി പോകണമെന്നാ. അപ്പൊ ഈ പോസിറ്റീവ് പോളിൽ നിന്ന് അന്തം വിട്ടിരിക്കേണ്ട, ശ്രദ്ധിച്ചോ, ഇതിലൂടെ പുറത്തേക്ക് വരുന്ന കറണ്ട് നെഗറ്റീവ് പോളിലേക്ക് ഇതിലൂടെ കയറി പോകണം. പോസിറ്റീവ് പോളിൽ നിന്ന് ഇതിലൂടെ പുറത്തു വരുന്ന കറണ്ട് നെഗറ്റീവ് പോളിലേക്ക് ഇതിലൂടെ കയറി പോകണം. പോസിറ്റീവ് പോളിൽ നിന്ന് ഇതിലൂടെ പുറത്തു വരുന്ന കറണ്ട് നെഗറ്റീവ് പോളിലേക്ക് ഇതിലൂടെ കയറി പോകണം. ഓക്കെ. ഇനി ഇവിടെ ഇപ്പം എന്താണെന്നറിയോ, ഇവിടെ നമ്മൾ അങ്ങനെ പോസിറ്റീവ് പോളിൽ നിന്ന് ഈ ഹാഫിലൂടെ വരുന്നത് ഈ ഹാഫിലൂടെ കയറി പോകണം. അതാണ് വിശേഷം. ഓക്കെ. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കണേന്നറിയോ, ദേ ഈ കറണ്ട് നേരെ അങ്ങ് പോകും. മനസ്സിലായില്ലേ? ഈ കറണ്ട് ദേ ഇങ്ങനെ അങ്ങ് പോവാം. അപ്പം പ്രശ്നമില്ല. അതായത് അവിടെ എന്താ ആ ജംഗ്ഷൻ ഉണ്ടല്ലോ, ജംഗ്ഷൻ ഈസ് നോട്ട് എ റിയൽ ജംഗ്ഷൻ, അതൊരു വെർച്വൽ ജംഗ്ഷൻ ആണ്. അവിടെ ആക്ച്വലി ഈ കറണ്ടിന്റെ എന്താ പറയുക മിക്സിങ് ഒന്നും നടക്കുന്നില്ല. അതായത് ഈ ബ്രാഞ്ചിലൂടെ വരുന്ന കറണ്ട് നേരെ അങ്ങ് പോവും, ഇതിലൂടെ വരുന്ന കറണ്ട് നേരെ ഇങ്ങനെ പോവും. അപ്പൊ നമുക്ക് അവിടെ ഡിറ്റാച്ച് ചെയ്യാം ജംഗ്ഷൻ. ആ ജംഗ്ഷൻ ഡിറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം എന്നർത്ഥം. അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഈ വണ്ണും സീരീസാ. വണ്ണും സീരീസ് ആകുമ്പോൾ 2 വരും. That 2 is in parallel with നമുക്ക് എന്താ പറയാ ഈ 1. ഓക്കെ. ആ 2ഉം 1ഉം പാരലൽ ആകുമ്പോൾ 2 × 1 / 2 + 1 പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? ദാറ്റ് ഈസ് 2/3. ഓക്കെ. അതായത് ഇത് മൊത്തത്തിൽ 2/3 ആണ് എന്നർത്ഥം. ഓക്കെ. ഇനി ഈ 1ഉം ഈ 2/3ഉം ഈ 1ഉം എന്താ സീരീസിലാ. ഓക്കെ. അപ്പോൾ 1 + 2/3 + 1. 1 + 1 എത്രയാ? 2. 2 + 2/3. 2 + 2/3 പറഞ്ഞാൽ 8/3 വരും. ഓക്കെ. അപ്പോ മേലെ ഉള്ളത് മൊത്തത്തിൽ എത്രയാ? മേലെ ഉള്ളത് മൊത്തത്തിൽ 8/3 ആണ്. മേലെ ഉള്ളത് മൊത്തത്തിൽ, അതായത് ഇത്രയും 8/3 ആ. ഓക്കെ. ഇത് എല്ലാം കൂടെ ചേർന്ന് 8/3 ആ. ദാറ്റ് ഈസ് ഇൻ പാരലൽ വിത്ത് ഇവിടെ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താ? ഇത് 2 ആണ്. അപ്പൊ ആ 8/3ഉം 2ഉം പാരലലാ. 8/3ഉം 2ഉം പാരലലാ. ആ 2വിന് നമുക്ക് എന്ത് വിചാരിക്കാന്നറിയോ? ആ 2വിന് നമുക്ക് 8/4 എന്ന് വിചാരിക്കാം. ഇവിടെ മേലെ ഉള്ളത് 8/3 എന്ന് വിചാരിക്കാം. ഈ 8/3 എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? 8, 8, 8 3 8 പാരലലാ. 8/4 പറഞ്ഞാലോ 8, 8, 8, 8 4 പാരലലാ. ഓക്കെ. ഇവിടെ 3 പാരലല്. ദാറ്റ് ഈസ് ഇൻ പാരലൽ വിത്ത് അനദർ 4. അപ്പൊ 4, 3 7 പാരലൽ. അപ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് വിൽ ബി 8/7 പറയാം. ഓക്കെ. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് വിൽ ബി 8/7. ഓക്കെ. അപ്പൊ നമുക്ക് 8/7 പറഞ്ഞാൽ എന്താ? ദിസ് ഈസ് ദ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഓക്കെ. നെക്സ്റ്റ് നോക്കാം നമുക്ക്. 2 batteries of EMF 4 and 8 volt internal resistance 1 and 2 are connected in a circuit with a resistance of 9 ohm as shown. The current and potential difference between the points P and Q. Okay. അതിൽ നമ്മൾ ഈ ബിറ്റ്വീൻ പി ആൻഡ് ക്യൂ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഈ പോയിന്റിന് അക്രോസും ഈ പോയിന്റിന് അക്രോസും ഉള്ള വോൾട്ടേജ് കാണണം. അതിൽ ഈ പോയിന്റും ഐഡന്റിക്കൽ ആണ്. ആസ് ദർ ഈസ് നോ ഇലക്ട്രിക്കൽ കമ്പോണന്റ് ബിറ്റ്വീൻ ദം. ഓക്കെ. ഇവിടെയും എന്താ ഇലക്ട്രിക്കലി ഐഡന്റിക്കലാ. ആസ് ദർ ഈസ് നോ ഇലക്ട്രിക്കൽ കമ്പോണൻസ് ബിറ്റ്വീൻ ദം. ഓക്കെ. അതിനിടയ്ക്ക് റെസിസ്റ്റൻസോ ഇൻഡക്ടറോ കപ്പാസിറ്ററോ ഒന്നും ഇല്ലാത്ത കാരണം ഇത് ക്യൂ ആണെങ്കിൽ ഇതും ക്യൂ ആ. അതേപോലെ ഇത് പി ആണെങ്കിൽ ഇതും പി തന്നെയാണ്. അപ്പൊ ബിറ്റ്വീൻ പി ആൻഡ് ക്യൂ കാണുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കണ്ടാൽ മതി. അതായത് ഈ 9 ohmന് അക്രോസുള്ള വോൾട്ടേജ് ആണ് ചോദിക്കുന്നതെന്ന് അർത്ഥം. ഓക്കെ. 9 ohmന് അക്രോസുള്ള വോൾട്ടേജ്. അപ്പൊ നമുക്ക് നോക്കാം. അതിൽ ഈ 8 volt അങ്ങോട്ട് കറണ്ട് പറഞ്ഞു വിടും, 4 volt ഇങ്ങോട്ട് കറണ്ട് പറഞ്ഞു വിടാൻ നോക്കും. ഓക്കെ. അപ്പൊ നെറ്റ് EMF എന്ന് പറഞ്ഞാൽ 8 - 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 volt. 8 - 4. റെസിസ്റ്റൻസ് ആണെങ്കിലോ ഇവിടെ 1 ohm ഉണ്ട്, ഇവിടെ 2 ohm ഉണ്ട്. 3 + 9 എത്രയാ? 12. അപ്പൊ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 - 4 ഇഫക്റ്റീവ് EMF ഡിവൈഡ് ബൈ 12 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 ആംപിയർ. വോൾട്ടേജ് പറഞ്ഞാൽ I × R. അതായത് 1/3 ഇൻറ്റു റെസിസ്റ്റൻസ് എത്രയാണ്? 9. ഇത് കണ്ടാൽ മതി. നമ്മളോട് ഇവിടുന്ന് ഇവിടം വരെയുള്ള വോൾട്ടേജാണ് ചോദിച്ചത്. അതിന് പകരം ഇവിടുന്ന് ഇവിടെ കണ്ടാൽ മതി. കാരണം ഇവിടെ ഈ റെസിസ്റ്ററിന് അക്രോസുള്ള വോൾട്ടേജ് കണ്ടാൽ മതി. ഇവിടെ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല. മനസ്സിലാവുണ്ടോ? ഓക്കെ. അപ്പോൾ വെറുതെ I × R ചെയ്താൽ മതി. അപ്പോൾ 9 × 1/3 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 volt വരും. സോ ദ കറണ്ട് ഈസ് 1/3 ആംപിയർ ആൻഡ് ദ വോൾട്ടേജ് ഈസ് 3 volt. സോ 1/3 ആംപിയർ ആൻഡ് 3 volt. Okay. Next, the total power dissipated in watts in the circuit shown here is. മൊത്തം പവറാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് എല്ലാ റെസിസ്റ്ററിലും ഉള്ളത് കാണണം. അതിന് അവർ തന്നിരിക്കുന്നത് എന്താണ്? ആ 3 ആംപിയർ 2 ആംപിയർ 1 ആംപിയർ കറണ്ടൊക്കെ ഞാൻ പിന്നെ എഴുതിയതാണ്. അപ്പോൾ അവർ ആ ഡയഗ്രാം മാത്രമേ തന്നിട്ടുള്ളൂ.
അതിൽ നോക്കൂ, ഇത് 18 വോൾട്ട് എന്നുണ്ട്, പിന്നെ 3ഉം 6ഉം എന്താ, ഇത് രണ്ടും പാരലലാണ് കേട്ടോ, 3 and 6. അതിൽ വെൻ 3 and 6 ആർ ഇൻ പാരലൽ, അപ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാ, 3 × 6 ഡിവൈഡ് ബൈ 3 + 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 Ω വരും. 3 × 6 18, 3 + 6 പറഞ്ഞാൽ 9, അപ്പോൾ 18/9 പറഞ്ഞാൽ 2 ohms വരും. അപ്പോൾ ഈ 2 Ω പിന്നെ 4 Ω അതാ, ഈ 4ഉം ഈ ഇത് രണ്ടും കൂടെ ചേർന്നിട്ടുള്ള 2ഉം കൂടെ എന്താ സീരീസിലാ, 4 + 2 പറഞ്ഞാൽ 6 Ω വരും. ദാറ്റ് ഈസ് കണക്റ്റഡ് അക്രോസ് 18 വോൾട്ട്. അപ്പോൾ കറണ്ട് ഡ്രോൺ വിൽ ബി 18/6 പറഞ്ഞാൽ 3 ആംപിയർ. ഓക്കെ, അപ്പോൾ അതാണ് ദേ ഈ 3 ആംപിയർ ഇങ്ങനെ വരുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി ആ 3 ആംപിയർ ഉണ്ടല്ലോ, അതിൽ ഇവിടെ നോക്കൂ, 2 റെസിസ്റ്ററിലേക്കായിട്ട് ആ 3 ആംപിയർ ഡിവൈഡ് ചെയ്യണം. ആ 2 റെസിസ്റ്റർ ഏതൊക്കെയാ, ഒന്ന് 3 ഓമും ഒന്ന് 6 ഓമും. അതായത് റെസിസ്റ്റേഴ്സ് ആർ ഇൻ ദ റേഷ്യോ 3:6 or 1:2. 1:2. അപ്പൊ കറന്റ് മസ്റ്റ് ബി ഇൻ ദ റേഷ്യോ 2:1. കറന്റ് മസ്റ്റ് ബി ഇൻ ദ റേഷ്യോ 2:1. അപ്പൊ ആ 2:1 ആയിട്ട് കറണ്ടിനെ ഡിവൈഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, 2 + 1. 2:1 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ 2 + 1 3 പാർട്ടാക്കുക. ആകെ 3 ആംപിയറാ. അതിന് 3 പാർട്ടാക്കുമ്പോൾ ഓരോ പാർട്ടും 1 ആംപിയർ 1 ആംപിയർ 1 ആംപിയർ. ഓക്കെ, ഇപ്പൊ 6 ആംപിയറിനെ നിങ്ങൾ 3 പാർട്ടാക്കണമെങ്കിലോ, അപ്പോൾ ഈച്ച് വിൽ ബി 2 ആംപിയർ 2 ആംപിയർ 2 ആംപിയർ. അതിൽ സോ കറന്റ് മസ്റ്റ് ബി ഇൻ ദ റേഷ്യോ 2:1. അപ്പോൾ ഒരെണ്ണത്തിൽ 2 ആംപിയറും ആകെ 3 ഉള്ളൂ. അപ്പോൾ ഒരെണ്ണത്തിൽ 2 പാർട്ട്, ഇവിടെ റെസിസ്റ്റൻസ് കുറവുള്ളിടത്ത് 2 പാർട്ട്. ഇതാ 3 ഓമിലൂടെ 2 ആംപിയറും 6 ഓമിലൂടെ 1 ആംപിയറും. ഓക്കെ, അപ്പോൾ ഈ 6 ഓമിന് അക്രോസിലെ വോൾട്ടേജ് എത്രയാ, 6 × 1 പറഞ്ഞാൽ 6 വോൾട്ട്. പിന്നെന്താ 3 ഓമിന് അക്രോസിലെ വോൾട്ടേജ് എത്രയാ, 2 × 3 6 വോൾട്ട്. The voltage across them must be the same because they are connected in parallel. ഓക്കെ, പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഇപ്പോൾ ചോദ്യം എന്താ, നമുക്ക് കാണേണ്ടത് മൊത്തം പവർ ഡിസിപ്പേഷനാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഇവിടെ നമുക്ക് ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം, ആകെ ഡ്രോ ചെയ്യുന്ന കറണ്ട് എത്രയാ, 3 ആംപിയർ ആണ്. പിന്നെ റെസിസ്റ്റൻസ് എത്രയാ നമുക്ക് പറഞ്ഞേ, 6. അപ്പോൾ എന്താ 3² എത്രയാ, 9 × 6 എത്രയാ, 54 വാട്ട്സ് എന്ന് പറയാം, 54 വാട്ട്സ്. ഇനി അത് ഇഷ്ടപ്പെടാത്തവർക്ക് എന്താ V²/R യൂസ് ചെയ്യാം. റെസിസ്റ്റൻസ് എത്രയാ, നമുക്ക് 6 കിട്ടി. വോൾട്ടേജ് എത്രയാ, വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പവർ P = നമുക്ക് 18². ഓക്കെ, 18² എന്ന് പറഞ്ഞാൽ 18 × 18 ഡിവൈഡ് ബൈ 6 അല്ലെ, V²/R പവർ അങ്ങനെയും കാണാം. ഓക്കെ, അപ്പോൾ ഒരു 18ഉം 6ഉം കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മേലെ 3 വരും. 3 × 18 എന്ന് പറഞ്ഞാൽ 54 വരും. ഇനിയിപ്പോൾ അതും ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഓരോ റെസിസ്റ്ററിലും ഉള്ള പവർ ഡിസിപ്പേഷൻ കാണാം. ഈ ഓരോ റെസിസ്റ്ററിലുള്ള പവർ ഡിസിപ്പേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ 3 ആംപിയർ പാസസ് ത്രൂ 4 Ω. അപ്പോൾ നമുക്ക് എന്ത് പറയാം, പിന്നെ 3² എത്രയാ, 9 × 4 പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി 36 വാട്ട്സ്. ഓക്കെ, അതാണ് ഇപ്പോൾ ഈ കിടക്കുന്ന 36 വാട്ട്സ്, റൈറ്റ്. പിന്നെ നമുക്ക് എന്ത് പറയാം, ഇവിടെ 2 ആംപിയർ പാസസ് ത്രൂ 3 Ω. 2² പറഞ്ഞാൽ എത്രയാ, 4 × 3 എത്രയാ, 4 × 3 പറഞ്ഞു കഴിഞ്ഞാൽ 12. അതാണ് ഈ കിടക്കുന്നത് 12, റൈറ്റ്. പിന്നെ അടുത്തത് ഇവിടെ എന്താ, I²R പറഞ്ഞാൽ 1² × 6. 1² × 6 എത്രയാ, അത് 6 ആണ്. അതാണ് ഈ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ 6 + 12 പറഞ്ഞു കഴിഞ്ഞാൽ 18 + 36 പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 54 കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Power dissipated across the 8 ohm resistor in the circuit shown here is 2 watts. അതിൽ ഇവിടെ ഇപ്പോൾ ഈ 8 ohm ഉണ്ടല്ലോ, അതിനകത്തുള്ള പവർ 2 watts ആണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിന് അക്രോസുള്ള വോൾട്ടേജ് കാണാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം എന്താണെന്നറിയോ, പിന്നെ റെസിസ്റ്റൻസ് അറിയാം, പവർ 2 watts എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ P = V²/R ആണ്. അവിടുന്ന് വോൾട്ടേജ് =√PR പറയാം. അപ്പോൾ പവർ 2 watts ആണ്, റെസിസ്റ്റൻസ് 8 ohm ആണ്. അപ്പോൾ 2 × 8 പറഞ്ഞാൽ 16, റൂട്ട് എടുത്തു കഴിഞ്ഞാൽ 4. അപ്പോൾ അതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് 4 വോൾട്ടാണ്. ഏതിന് അക്രോസ്, ഈ 8 ohmന് അക്രോസ്. അങ്ങനെയാണെങ്കിൽ ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജും, കാരണം ഈ 3 and 1 സീരീസ് അത്രയാ 4 ohm വരും. ആ 4 ohmഉം ഈ 8 ohmഉം പാരലലാ. അപ്പോൾ രണ്ടിനും ഒരേ വോൾട്ടേജ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ 4 വോൾട്ട് ആണെങ്കിൽ ഇവിടെയും 4 വോൾട്ട് ആവും. അവിടെ റെസിസ്റ്റൻസ് 4 ohm ആണ്. അപ്പോൾ അതിലൂടെയുള്ള കറണ്ട് 1 ആംപിയർ ആവണം. ഓക്കെ, അപ്പോൾ ഇവിടെ 1 ആംപിയർ. പിന്നെ ഇവിടെ നമുക്ക് കിട്ടിയത് എത്രയാണെന്നറിയോ, 4 വോൾട്ട് എന്നാണ് കിട്ടിയത്. റെസിസ്റ്റൻസ് 8 ohm. അപ്പോൾ അതിലൂടെയുള്ള കറണ്ട് നമുക്ക് കാണാം എന്താ, 4 വോൾട്ട് ഡിവൈഡ് ബൈ 8 ohm പറഞ്ഞു കഴിഞ്ഞാൽ 0.5 ആംപിയർ. അത് കാണേണ്ട കാര്യമില്ല.
ഓക്കെ, ഇവിടെ നമുക്ക് ഇതിലൂടെയുള്ള കറണ്ട് 1 ആംപിയർ ആണെന്ന് കിട്ടി. 3 ഓം റെസിസ്റ്ററിലെ പവർ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ I²R ചെയ്യുക. പിന്നെ ഇതാ P = I1² ഇൻറ്റു റെസിസ്റ്റൻസ് എത്രയാ 3 ഓം. അതിൽ I1 എത്രയാ 1 ആംപിയർ ആണ്. അപ്പോൾ 1² ഇൻറ്റു 3 പറഞ്ഞു കഴിഞ്ഞാൽ 3 വാട്ട്സിന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ആൻസർ 3 വാട്ട്സ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇതിലൂടെയുള്ള കറണ്ട് കിട്ടിയിട്ടുണ്ട്, അതിലെ കറണ്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് I2 എത്രയാ 0.5 ആംപിയർ. അപ്പോൾ ഏത് റെസിസ്റ്ററിൽ വേണമെങ്കിലും അതിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതൊന്നും നമ്മളോട് ചോദിച്ചിട്ടില്ല. നമ്മളോട് ഇപ്പോൾ 3 ഓമിലെ പവർ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. റൈറ്റ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 220 വോൾട്ട് 100 വാട്ട് ബൾബ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് ആൻഡ് ദെൻ ഇൻ പാരലൽ. രണ്ട് ഐഡന്റിക്കൽ ബൾബ്സാ, രണ്ടിൻ്റെ പവർ 100 വാട്ട്സാ. സീരീസ് ആകുമ്പോൾ എന്താ പറയുക, പവർ കുറയും. അതായത് രണ്ട് ഐഡന്റിക്കൽ ഡിവൈസസ് അല്ലെങ്കിൽ എന്താ ബൾബ്സ് വെൻ ദേ ആർ കണക്റ്റഡ് ഇൻ സീരീസ് P/2. പാരലൽ ആകുമ്പോഴെന്താ 2P വരും. അപ്പോൾ സീരീസ് ആകുമ്പോൾ 100/2 പറഞ്ഞാൽ 50 വാട്ട്സ്, പാരലൽ ആകുമ്പോഴെന്താ 200 വാട്ട്സ്. അപ്പോൾ സംഭവം ഇതാണ് 50 വാട്ട്സ് ആൻഡ് 200 വാട്ട്സ്. ഓക്കെ, അതിപ്പോൾ റെസിസ്റ്റേഴ്സ് വെൻ n ഐഡന്റിക്കൽ റെസിസ്റ്റേഴ്സ് ഈച്ച് ഈക്വൽ ടു R കണക്റ്റഡ് ഇൻ സീരീസ് NR. വെൻ ദേ ആർ കണക്റ്റഡ് ഇൻ പാരലൽ R/N. ഓക്കെ, പിന്നെ ഇപ്പം നിങ്ങൾ 1 ഓം 2 ഓം 3 ഓം സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 6 ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ ദ ഗ്രേറ്റസ്റ്റ് എന്നാ. ഈ ഇൻഡിവിജ്വൽ റെസിസ്റ്റേഴ്സിൽ വലുതിനേക്കാൾ വലുതാവും. 1 ഓം 2 ഓം 3 ഓം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സീരീസ് ആണെങ്കിൽ ഏറ്റവും വലുത് 3 ആണ്, അതിനേക്കാൾ വലുതാവും ഇഫക്റ്റീവ് 6 ആണ്. അതുപോലെ വെൻ ദേ ആർ കണക്റ്റഡ് ഇൻ പാരലൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് വിൽ ബി സ്മോളർ ദാൻ ദ സ്മോളസ്റ്റ് എന്നാ. ഏറ്റവും ചെറുത് 1 ഓമാ, 1 2 3 എന്നാണ് ഞാൻ പറഞ്ഞത്. അതിൽ ഏറ്റവും ചെറുത് 1. അപ്പോൾ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇഫക്റ്റീവ് അതിനേക്കാൾ കുറയും. അല്ലാതൊരു ആൻസർ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ തെറ്റിയെന്ന്. ഓക്കെ, അപ്പോൾ ഇവിടെ ദിസ് ഈസ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഫോർ ദി നെറ്റ്വർക്ക് ഷോൺ ഇൻ ഫിഗർ ദ വാല്യൂ ഓഫ് ദ കറണ്ട് ഈസ്. കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ സെല്ലിൽ നിന്ന് ഡ്രോ ചെയ്യുന്ന കറണ്ടാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അതിലൂടെ നമുക്ക് ബ്രിഡ്ജ് ബാലൻസ്ഡ് ആണോ നോക്കാം. ആദ്യം 4 × 3 എത്രയാ 12. പിന്നെ നോക്കൂ 6 × 2 എത്രയാ 12. ബ്രിഡ്ജ് ബാലൻസ്ഡാ. ബ്രിഡ്ജ് ബാലൻസ്ഡ് ആകുമ്പോൾ ഇത് നമുക്ക് അങ്ങ് കളയാം. അത് എന്താ, നോ ഇഫക്റ്റ്, ഇറ്റ് ക്യാൻ ബി ഡിസ്കണക്റ്റഡ് ഫ്രം ദ സർക്യൂട്ട്. പിന്നെ മേലെ 4 ഉം 2 ഉം സീരീസ് ആകുമ്പോൾ 6 ഓം വരും. താഴെ 6 ഉം 3 ഉം സീരീസ് ആകുമ്പോൾ എത്രയാ 9 ഓം വരും. 6 ഉം 9 ഉം ഓക്കെ, 6 ഉം 9 ഉം പാരലലാ. ഈ 6 ഉം 9 ഉം പാരലൽ ആകുമ്പോൾ നോക്കൂ, ഈ 6നെ നമുക്ക് 18/3 എന്ന് എഴുതാം. അതായത് 6 ഈസ് ഇക്വലൻ ടു 18 18 18 3 പാരലൽ. 9 ഈസ് ഇക്വലൻ ടു 18 18 2 പാരലൽ. അപ്പോൾ മൊത്തം എന്താ, ഇവിടെ 3ഉം ഇവിടെ 2ഉം 5 പാരലൽ. അപ്പോൾ 18/5 വരും. അതായത് 36/10 വരും. അപ്പോൾ 3.6 വരും. ഓക്കെ, അതിൽ അപ്പോൾ പക്ഷേ ഇവിടെ എന്താ, നമ്മളുടെ റെസിസ്റ്റൻസ് 18/5 ആ. ചോദ്യം കറണ്ട് എത്രയാന്നാ. കറണ്ട് എത്രയാന്നാ, ഈക്വലൻ റെസിസ്റ്റൻസ് അല്ല. അപ്പോൾ വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് V/18/5. അപ്പോൾ 5V/18 വരും. ഇതാണ് ആൻസർ, 5V/18. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നോക്കൂ, ഇവിടെ ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ AFCEB എന്നാ. അതിൽ നോക്കൂ, ഈ ഇതുണ്ടല്ലോ, ഈ 3 എണ്ണത്തിനെ ഇവിടെ നിർത്തുക. എന്നിട്ട് ഈ ഇതുണ്ടല്ലോ, ഇത് പിടിച്ചിട്ട് നേരെ അങ്ങോട്ട് മറിക്കുക. ഓക്കെ, മറിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇതാണ്, ഡയഗ്രമാണ് ഇത്. ഓക്കെ, ഈ C ഉണ്ട്, D ഉണ്ട്, C ഉണ്ട്, D ഉണ്ട്. പിന്നെ D to E ഉണ്ട്, E to C ഉണ്ട്, D to E ഉണ്ട്, E to C ഉണ്ട്. ഈ സാധനം ഉണ്ടല്ലോ, അത് നേരെ ഇങ്ങോട്ട് തിരിച്ചു വെച്ചു. ഓക്കെ, പിന്നെ ഇതിന് നേരെ അങ്ങോട്ടും വെച്ചു. ഇവിടെ നോക്കൂ, ബ്രിഡ്ജ് ബാലൻസ്ഡ് R × R R², R × R R². അപ്പോൾ ദിസ് ക്യാൻ ബി എലിമിനേറ്റഡ് ഫ്രം ദ സർക്യൂട്ടിൽ നിന്ന് ഒഴിവാക്കാം. അപ്പോൾ അതിൽ അവർ ചോദിക്കുന്നത് എന്താ, AFCEB എന്നാണ്. AFC എവിടെ EB. അപ്പോൾ ഇതാ ഇങ്ങനെ വരുന്ന കറണ്ട് എത്രയാന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ എത്രയാ, 6ഉം 6ഉം 2R അല്ലേ. അപ്പോൾ V/2R വരും. ഓക്കെ, ഇതിനെ ക്രോസ് കണക്ട് ചെയ്തിരിക്കുന്നതാ ഇവിടെ R 2R. അപ്പോൾ V/2R പറഞ്ഞാൽ ദിസ് വിൽ ബി ദ കറണ്ട്. ഓക്കെ, അതേപോലെ ഇതിലൂടെയും V/2R വരും. അപ്പോൾ മൊത്തം സെല്ലിൽ നിന്ന് ഡ്രോ ചെയ്യുന്ന കറണ്ട് എന്താ, V/2R + V/2R പറഞ്ഞാൽ V/R. നോക്കൂ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. In a meter bridge, the balancing length from the left end when standard resistance of 1 ohm is in the right gap is found to be 20 cm. The value of unknown resistance is. അപ്പോൾ ഇതാണ് സംഭവം. ലെഫ്റ്റിൽ എന്താ, അൺനോൺ റെസിസ്റ്റൻസ് X ആണ്, റൈറ്റിൽ R ആണ്. ആൻഡ് ദിസ് R സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് ദിസ് ഈസ് ഗിവൺ ആസ് 1 ohm. ഓക്കെ, ആൻഡ് L എത്രയാ, L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 cm ആണ്. അപ്പോൾ ഈ 100 - L പറഞ്ഞു കഴിഞ്ഞാൽ 80 cm വരും. ബ്രിഡ്ജ് ബാലൻസ്ഡാ.
അപ്പോൾ ഇവിടെ ഗാൽവനോമീറ്റർ ഉണ്ടാവും ആൻഡ് ഇറ്റ് വിൽ ഷോ 0 ഡിഫ്ലക്ഷൻ. അതാണ് ഇപ്പോൾ സംഭവം. ഓക്കെ, അപ്പോൾ നമുക്ക് അഡ്ജസൻറ്റ് ആംസിൻ്റെ റേഷ്യോ സെയിം ആവണം. അപ്പോൾ x/r = 20/80. ഇനി അല്ലെങ്കിൽ ഇങ്ങനെ എടുക്കാം, x/20 = 1/80. അഡ്ജസൻറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഇങ്ങനെ എടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം, എങ്ങനെ എടുത്താലും റെഡിയാണ്. പക്ഷെ അതിനേക്കാളൊക്കെ എപ്പോഴും നമ്മൾ കംഫർട്ടബിൾ ആവുക ഓപ്പോസിറ്റ് ആംസിൻ്റെ പ്രോഡക്റ്റ് സെയിം ആവാം. എപ്പോൾ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആകുമ്പോൾ ആ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ ഏറ്റവും നല്ലതാണ്. പക്ഷേ ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ നമുക്ക് എക്സ് കാണേ വേണ്ടു. അപ്പോൾ x/r 1 ohm ആണ്, = 20 / 100 - 20, ദാറ്റ് ഈസ് 1/4. സോ x = 0.25 ohms വരും. സോ ദിസ് ഈസ് ദ ആൻസർ. ഇപ്പോൾ നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ ഇതുവരെ നീറ്റിന് ചോദിച്ച എല്ലാ ചോദ്യങ്ങളും, അതിനു മുമ്പ് AIPMTക്ക് ചോദിച്ച എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സെയിം ഓർ സിമിലർ ക്വസ്റ്റ്യൻസ് മാത്രമേ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വൃത്തിക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്നും ഭയപ്പെടേണ്ട. ഇതിനപ്പുറത്തേക്ക് ഒന്നും നീറ്റിന് ചോദിക്കാൻ പോകുന്നില്ല. ഓക്കെ, വിഷ് യു ആൾ ദി ബെസ്റ്റ്. താങ്ക് യു.